السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا هدى للناس وبينات من الهدى والفرقان تبيانا وتفصيلا لكل شيء. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من دورات سورة النساء. أعتقد أنه الجلسة 29، واليوم سوف نتحدث من آية 71 بعد 100 إلى 75 بعد 100 بإذن الله. ഖുർആൻ പഠനത്തിനുള്ള തൊഴിയുടെ കീഴിൽ നടന്നു വരുന്ന സൂറത്തു നിസാ പഠന പരമ്പരയിലാണ് നമ്മൾ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മൾ ഏതെല്ലാം ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഇതിൽ ഭാഗഭാക്കാകുന്നുവോ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മെ ആവരണം ചെയ്തിരിക്കുന്നു. അതേപോലെ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ മുഖറബുകളായ മലക്കുകളോട് അവൻ നമ്മെക്കുറിച്ച് പറഞ്ഞ് അഭിമാനിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഉന്നതമായ പദവിയിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓഫർ ചെയ്ത ഓഫറുകളാണ്. പക്ഷേ നമുക്കറിയില്ല നമ്മൾ അക്കൂട്ടത്തിലുണ്ടോ ഇല്ലേ എന്ന്. നമ്മെ അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം നമ്മൾ ഇതിൽ ഭാഗവാക്കാകുക മുഖേന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളെ ഇതിന് സഹായിക്കുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഇതിന് അവസരം ഒരുക്കി തരുന്ന മറ്റുള്ളവർ, അതിനു വേണ്ടിയുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നവർ, അതേപോലെ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെയും അള്ളാഹ് അതിൻ്റെതായ പ്രതിഫലം നൽകുകയും നമ്മുടെ മാതാപിതാക്കൾക്ക് സവിശേഷമായ പദവി നൽകി കിരീടം നൽകി അവൻ ആദരിക്കുകയും ചെയ്യട്ടെ. ഇതിന്റെ സൂറത്തുൽ നിസാഇന്റെ അവസാന ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാര്യക്ഷമമായി വളരെയധികം ക്രിയാത്മകമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഇതിന്റെ പദാവലി പദങ്ങളുടെ എല്ലാം വാക്കർത്ഥങ്ങൾ, ഒറ്റ വാക്കർത്ഥങ്ങളൊക്കെ നേരത്തെ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചോദിച്ചവർക്ക് അറിയില്ല, ഒരു വാക്ക് രണ്ട് വാക്കൊക്കെ അറിയാത്തവരുണ്ട്. അപ്പൊ ലീഡേഴ്സിനോട് അവര് അറിയിച്ചിട്ടുണ്ട് ഏത് വാക്കാണ് അറിയാത്തതെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ലിസ്റ്റ് ഞാൻ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ചു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى بن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا لن يستنكف المسيح أن يكون عبدا لله ولا الملائكة المقربون ومن يستنكف عن عبادته ويستكبر فسيحشرهم إليه جميعا
فأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم ويزيدهم من فضله وأما الذين استنكفوا واستكبروا فيعذبهم عذابا أليما ولا يجدون لهم من دون الله وليا ولا نصيرا. يا أيها الناس قد جاءكم برهان من ربكم وأنزلنا إليكم نورا مبينا. فأما الذين آمنوا بالله واعتصموا به فسيدخلهم في رحمة منه وفضل ويهديهم إليه صراطا مستقيما. ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ആദ്യമായി നോക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ നേർക്ക് നേരെ നമുക്ക് ആശയം ഉൾക്കൊള്ളാൻ കഴിയുന്നോ എന്നതാണ്. പിന്നീടാണ് അതിന്റെ വിശദീകരണവും വ്യാഖ്യാനവും മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത്. يا أهل الكتاب لا تغلوا في دينكم. غلا يغلو ഇതാണ് ഒരു പുതിയ വാക്ക്. غلا يغلو വർദ്ധിച്ചു, അതിരി കവിഞ്ഞു. വർദ്ധിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അറബിക്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഖാലിൻ കമ്മ്യൂണിക്കേറ്റ് അറബിക്കിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഖാലിൻ ഖാലിൻ എന്താ അർത്ഥം? ഖാലിൻ വില കൂടിയത് അല്ലേ, കോസ്റ്റ്ലി. അപ്പൊ എന്താ? വർദ്ധിച്ചു എന്നർത്ഥം. ഖല യഗ്ലു വർദ്ധിച്ചു. അപ്പോ പരിധി കടന്നു എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിലാണ് അതിരി കവിഞ്ഞു, ഖല യഗ്ലു എന്ന് പറയും. ഖല യഗ്ലു. അപ്പോ അതിന്റെ ഏകവചനത്തിന്റെ കൽപ്പന വരുമ്പോ ലാ തഗ്ലു, നീ അതിരി കവിയരുത്. ലാ തഗ്ലു, നിങ്ങൾ അതിരി കവിയരുത്. പിന്നെ അൽഖയുടെ അർത്ഥം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൽഖ നമ്മള് പട്ടിക പഠിച്ചില്ലേ? അൽഖയുടെ ഇട്ടുകൊടുത്തു. അത് തന്നെ. അതാ പറഞ്ഞപ്പോ ഓർമ്മ വന്നപ്പോ നമ്മൾ നേരത്തെ വായിക്കുമ്പോഴത്തേക്കൊക്കെ ഇതുപോലെ ഓരോ വാക്കും നമ്മൾ നോക്കി വായിച്ചാല് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾക്ക് ഓർമ്മ വരും. അതിനാണ് നോക്കി വായിക്കാൻ പറയുന്നത്. അൽഖയുൽഖി ഏകവചനത്തിലെ കൽപ്പന വരുമ്പോ നീട്ടുണ്ടാവില്ല. അൽഖി മാഫി യമീനിക, അതൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടാവും. فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا. انتهى ينتهي, വിരമിച്ചു, അവസാനിച്ചു. താരീഖുൽ ഇന്തിഹാ, എക്സ്പയറി ഡേറ്റ്. ഇന്തിഹാ യന്തഹി, വിരമിച്ചു, അവസാനിച്ചു. ഖൈറൻ ലക്കും ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ് സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്. ഇവിടെ ഒരു മീം ഇട്ടിട്ടുണ്ട് നിർത്താൻ വേണ്ടിയുള്ള. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റോപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പാരായണം ചെയ്യുന്നതാണ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം നല്ലത്. ചില ആൾക്കാർ പറയും ഇവിടെ നിർത്തുകയും നിർത്താതിരിക്കുകയും ചെയ്യാമല്ലോ, ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ എന്തുകൊണ്ട് നിർത്താതിരുന്നു ചേർത്ത് ഒതുക്കൂടാ എന്നൊക്കെ ചെയ്യും. ഓപ്ഷൻ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇളവ് അനുവദിച്ചിരുന്ന സ്ഥലത്തൊക്കെ ഇളവ് ഉപയോഗിക്കുക. അതാണ് നല്ലത്. കാരണം നമ്മൾ നിർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി നിർത്തിപ്പോവും. പിന്നെ എടുത്ത് ഓതുമ്പോഴൊന്നും പലപ്പോഴും നിയമങ്ങൾ ശരിയാകാം. ഇവിടെ മീം കണ്ടാൽ എന്താണ്? ഇതേപോലെയുള്ള ഈ അടയാളത്തിലുള്ള മീം, സ്ട്രൈറ്റ് മീം. നമ്മുടെ ഈ മുസാഫില്, ഈ പ്രിന്റിലുള്ള മുസാഫില് ഇങ്ങനെയുള്ള മീം കണ്ടാൽ എന്താ അർത്ഥം? യകൂന ലഹു വലദ്, അവിടെ വലതിന്റെ അവിടെ മീമുണ്ട്. എന്താ അർത്ഥം തജ്വീദ് നിയമത്തില്? എന്താണ്? മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അൽ ബഖറയിൽ, ആൽ ഇംറാനിലൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക്. വായിക്കുന്നുണ്ടെങ്കിൽ മീൻ ഇതാക്കിയിട്ട് മണിച്ചു പോകും.
മണിക്കലൊന്നുമില്ല. നമ്മൾ ഇത്രയും നാള് പഠിച്ചിട്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മോശമാണ് കേട്ടോ. അവിടെ എന്താണ് നിർത്താതിരിക്കാൻ ചെയ്യാനൊന്നും പറ്റൂല. കമ്പൽസറി സ്റ്റോപ്പാണ്. ഇങ്ങനെ കിടക്കുന്ന മീന് കമ്പൽസറി സ്റ്റോപ്പാണ്. നിങ്ങൾ ചിലപ്പം മലബാർ മുസാഫിലൊക്കെ ഓതി പഠിച്ചിട്ടുള്ളവർ ഇങ്ങനെ ഇട്ടിരിക്കുന്ന മീനും സുക്കൂനും കാണും. അവിടെ മണിക്കാനുള്ള മീമാണ്. മീമിനെ മറിക്കാനുള്ള മീമാണ്. മറിക്കാൻ വേണ്ടിയാണ്. ഇതിനെ സുക്കൂനുള്ള നൂനിന് പകരം മീമ് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള മീമും സുക്കൂനും മലബാർ പ്രിന്റിൽ പഴയ കയ്യക്ഷരം അല്ലെങ്കിൽ കല്ലച്ചൊക്കെ ഉണ്ടല്ലോ അതിലുണ്ടായിരുന്നു. ഇവിടെ ഇട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള മീമ് സുക്കൂനൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇതേപോലെ സ്ട്രൈറ്റ് മീമ് ഇട്ടിരുന്നാൽ അതിന്റെ അർത്ഥം അവിടെ കമ്പൽസറി സ്റ്റോപ്പാണ്. അവിടെ നിർബന്ധമായി നിർത്തണം. അല്ലെങ്കിൽ ചേർത്ത് ഓതിയാൽ ആശയം വ്യത്യാസം വരുന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറയാം. കഫാ ബില്ലാഹി വക്കീല ഇസ്തൻകഫ യസ്തൻകിഫു ആണ് മറ്റൊരു പുതിയ വാക്ക്. ഇസ്തൻകഫ യസ്തൻകിഫു എന്താ അർത്ഥം പറഞ്ഞത്? വൈമനസ്യം കാണിച്ചു. നമ്മൾ ജോയിൻ ചെയ്ത് ഓതുകയാണെങ്കിൽ എനിക്കൊന്ന് അർത്ഥത്തിൽ വളരെ വ്യത്യാസം വരും. വലതുല്ലഹു പറഞ്ഞുതരാം. ചേർത്ത് അർത്ഥം വ്യത്യാസം വരും. പറഞ്ഞുതരാം. ഇസ്തൻകഫ യസ്തൻകിഫു മടി കാണിച്ചു അല്ലെങ്കിൽ വൈമനസ്യം കാണിച്ചു. അൽ മുഖറബൂൻ വമൻ യസ്തൻകിഫ അൻ ഇബാദതിഹി വയസ്തക്ബിർ ഫസയഹ്ശുറുഹും ഹശറ യഹ്ശുറുഹും നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇലൈഹി ജമിഅ. ഓക്കെ. യാ അഹ്ലൽ കിതാബി ലാ തഗ്ലു ഫീ ദീനിക്കും. വേദക്കാരെ, ഗ്രന്ഥത്തിന്റെ ആൾക്കാരെ, ലാ തഗ്ലു ഫീ ദീനിക്കും. വേദക്കാരെ എന്ന് പറയുന്നത് വിരോധക്രിയല്ല ഉസ്താദേ. നേരത്തെ പറഞ്ഞു അത് എന്ത് ക്രിയയാണെന്ന്. ലാ തഗ്ലു അതിന് കവിയരുത്. ലാ തഗ്ലു നിങ്ങൾ അതിന് കവിയരുത്. ഒറ്റ വാക്ക് അർത്ഥം പുതിയ വാക്കിന്റെ അർത്ഥത്തെ ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. രണ്ടാമത് പറയുന്നത് ജോയിന്റ് ആയിട്ടുള്ള അർത്ഥവും അതിന്റെ വിശദീകരണമാണ്. യാ അഹ്ലൽ കിതാബ്, കിതാബിന്റെ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് അവിടെ ഖുർആൻ അവതരിക്കുമ്പോൾ നിലവിലുള്ള തൗറയുടെയും ഇഞ്ചീലിന്റെയും ആൾക്കാരാണ്. അതേസമയം നമ്മളിപ്പോ ചിന്തിച്ചാൽ എല്ലാ ഗ്രന്ഥത്തിന്റെ ആൾക്കാരെയും പൊതുവിൽ, അതായത് വേദക്കാരോട് പറഞ്ഞത് എന്താണോ അത് നമുക്കും ബാധകമാണ്. ഖുറാനില് വേദക്കാരോട് പറഞ്ഞത് ഇവിടെ ഖുറാനിൽ പറയാണ് എന്ന് പറഞ്ഞു. അതെന്താണ്? നമുക്കും ബാധകമാണ്. നിങ്ങൾ ദീനിൽ അതിര് കവിയരുത്. മിതത്വം പാലിക്കണം. ജാലനാക്കും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ ഒരു മീഡിയം ലെവലിലുള്ള ഉമ്മത്താണ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ലാ തഗ്ലു അതിര് കവിയൽ പാടില്ല. ഒന്നിൽ എന്ത് ചെയ്യാൻ പാടില്ല? അതിര് കവിയാൻ പാടില്ല. അതിര് കവിഞ്ഞാലാണ് എന്തായി പോകുന്നത്? അതിന് ഓവറായി പോകും. മതത്തിൽ അതിര് കവിയാൻ പാടില്ല, ദീനിൽ അതിര് കവിയാൻ പാടില്ല. അത് പൊതു നിയമമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ വേറൊരു വിഷയം പറയാണ്. ലാ തഗ്ലു ഫീ ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. അള്ളാഹയെ കുറിച്ച് യാഥാർത്ഥ്യമല്ലാതെ ഒന്നും നിങ്ങൾ പറഞ്ഞു പോകരുത്. ലാ തഖൂലു നിങ്ങൾ പറഞ്ഞു പോകരുത് അള്ളാഹയെ പറ്റി ഇല്ലൽ ഹഖ്, യാഥാർത്ഥ്യമല്ല. ലായും ഇല്ലയും വരുന്ന എന്തിനാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ലായും ഇല്ലയും, അതായത് ഇവര് രണ്ട് നെഗറ്റീവ് വരും. എന്തിനാണ് ലായും ഇല്ലായും പറയുന്നത്? ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാ, അതായത് സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന പോലെയൊക്കെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒരൊറ്റ ഇലാഹും ഇല്ല തന്നെ. ഇന്ന ഉപയോഗിക്കുന്നതിന് പകരമാണ് ലായും ഇല്ലായും ഉപയോഗിക്കുന്നത്. അപ്പൊ ലാ തഖൂലു നിങ്ങൾ പറഞ്ഞു പോകരുത് അലല്ലാഹി അള്ളാഹയെ കുറിച്ച്, അല്ലെങ്കിൽ അള്ളാഹിന്റെ മേലെന്നാണ് ഇവിടെ അള്ളാഹയെ കുറിച്ച്. ഖൗലുൻ അല എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച്. ഇല്ലൽ ഹഖ് യാഥാർത്ഥ്യമല്ലാതെ ഒന്നും പറഞ്ഞു പോകരുത്. ഇന്നമൽ മസീഹ് എന്നിട്ട് പിന്നെ പറയാണ് ഇന്നമൽ മസീഹ് ഈസ ഇബ്നു മറിയം.
ഇന്നമൽ മസീഹ്. അപ്പൊ നേരത്തെ പറഞ്ഞതിലൊന്നും നമുക്ക് വാക്യഘടനയിലൊന്നും സംശയമൊന്നുമില്ല. യാ അഹ്ലൽ കിതാബ് ഇല്ലാ തഗലു വിരോധക്രിയയാണ്, ബഹുവചനമാണ്. ഇല്ലാ തഗലു ഫീ ദീനിക്കും, ഫീ വന്നപ്പോ ദീനി എന്ന് വന്നു, നമുക്ക് പുതിയ കാര്യമല്ല. വലാ തഖൂലു വീണ്ടും ബഹുവചനത്തിലെ വിരോധക്രിയ വന്നു. അലല്ലാഹി അള്ളാന്റെ കാര്യത്തിൽ അല ഒന്നുകൊണ്ട്, ലഫ്ദുൽ ജലാലത്തിന് കസ്ർ വന്നു. ഇല്ലൽ ഹഖ് സത്യമല്ലാതെ. ഇന്നമൽ മസീഹ് മസീഹ് മാത്രമാണ്. ഈസ അഥവാ ഈസ, മസീഹിന്റെ ബദലാണ് ഈസ. അൽ മസീഹു ഈസ. പിന്നെന്താണ്? പിന്നെ ഇബിൻ എന്താണ്? പിന്നൊരു ബദല ഇബിന് മറിയം. അതായത് ഇബിന് മറിയം, മറിയമിന്റെ മകനായ, മറിയം അലൈഹിസ്സലാമിന്റെ മകനായ ഈസ അൽ മസീഹ് റസൂലുള്ള, അള്ളാന്റെ ദൂതൻ മാത്രമാണ്. ഇന്നമൽ മസീഹ് ഇബ്നു മറിയമ റസൂൽ. അതിൽ കുറെ ഫിലോസഫിയാണ്, തത്വങ്ങളാ പറയുന്നത് കേട്ടോ. നമ്മളെ പോയിന്റുകൾ ഇബിനു എന്ന് എഴുതുമ്പോള് ഒരു റൂൾ ഇല്ലേ ശരിക്കും? അതായത് ഇബിനു അത് കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ വരും. അതെ, അതിന് ഈ ഹംസത്തുൽ വസ്ൽ പറ്റില്ലല്ലോ അവിടെ. ഇവിടെ ശേഷം പറയുന്നത് ഉമ്മാന്റെ പേരാണ്. വാപ്പാന്റെ പേര് വരുമ്പോഴേ അലിഫില്ലാതെ വരുള്ളൂ. സാധാരണ ഇബിന് പറയുമ്പോൾ വാപ്പാന്റെ പേരാ പറയും. ഇവിടെ ഉമ്മാന്റെ പേരാ പറഞ്ഞിരിക്കുന്നത്. അതാണ്. അപ്പൊ അത് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. മറ്റ് ആയത്തുകൾ വരുമ്പോഴും അവിടെ അലിഫുണ്ടാകുന്നതും ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി വകലിമത്തുഹു. അപ്പോ അള്ളാന്റെ ദൂതൻ മാത്രമാണ്. വകലിമത്തുഹു, അള്ളാന്റെ വചനവുമാണ്. വചനം എന്ന് പറയുമ്പോൾ എന്തായി? ഓർഡർ. ഒരു ഓർഡർ അനുസരിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈസാ നബി അലൈഹി സ്വലാം ജന്മം കൊള്ളുന്നത്. മറിയം അലൈഹി സ്വലാമിന്റെ ഉദരത്തിൽ ഈസാ നബി അലൈഹി സ്വലാം ജന്മം കൊള്ളുന്നത് അള്ളാന്റെ ഓർഡർ അനുസരിച്ചാണ്. വകലിമത്തുഹു, വചനവുമാണ്, അഥവാ ഓർഡറാണ്. അൽഖാഹ ഇലാ മറിയം. കലിമത്ത്, ആ ഓർഡർ എന്ത് ചെയ്തു? അൽഖാഹ, ആ കലിമത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അൽഖാഹ. അതിനെ അവൻ ഇട്ടു കൊടുത്തു, ആ ഓർഡർ നിക്ഷേപിച്ചു. ഇലാ മറിയം, മറിയമിലേക്ക്. ഇല വന്നത് കാരണം മറിയമിന് കെസർ വന്നില്ല. കാരണം മനുഷ്യർ. അപ്പൊ അതുകൊണ്ട് ഫതഹത്താണ് കൊടുത്തിരിക്കുന്നത്. ഇലാ മറിയം വറൂഹുൻ. കലിമത്താണ്. എന്താണ്? അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻ, അവൻ നിന്നുള്ള ഒരു റൂഹുമാണ്, ആത്മാവ്. റൂഹ് മിൻ വനഫഖ ഫീഹി മിർ റൂഹിഹി എന്ന് പറഞ്ഞല്ലോ ആദം അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ. അപ്പൊ കളിമണ്ണ് കൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തു? ഒരു രൂപം ഉണ്ടാക്കിയതിനു ശേഷം വനഫഖ ഫീഹി മിർ റൂഹിഹി, അവന്റെ ആത്മാവിൽ നിന്നതിന് അതിൽ അവൻ ഊതി. അതേപോലെ നമുക്കും 4 മാസം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റൂഹ് ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും റൂഹുണ്ട്. ആ റൂഹ് അള്ളാന്റെ ഭാഗമാണ് എന്നാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ സംസ്കരിച്ച് നിലനിർത്തണം എന്ന് പറയും. മിൻഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ളത് എന്നാണ് അല്ലേ? അതെ, അവനിൽ നിന്നുള്ള. അപ്പൊ മിൻഹു എന്ന് പറഞ്ഞാൽ ഹു എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. അതുകൊണ്ട് മറിയമിലേക്ക് മടങ്ങുന്നതല്ല, അള്ളാഹിലേക്കാണ് മടങ്ങുന്നത്. അപ്പൊ ഇബ്നു മറിയമ റസൂലുള്ള എന്ന് പറഞ്ഞ അള്ളാഹ് എന്ന നാമത്തിലേക്കാണ് അത് മടങ്ങുന്നത്. അപ്പൊ മിൻഹു എന്ന് അപ്പൊ ഒരു സർവനാമം വന്നാൽ അതിന് ഈ ഒരു ആയത്തിൽ പറയുന്നുണ്ടല്ലോ അല്ലെ, ക്രിസ്ത്യൻസ്, അതായത് അത് അള്ളാഹുവിന്റെ റൂഹാണ്, ആ ഒരു രീതിയിലാണ് അവർ തെറ്റിദ്ധരിച്ച് പറയുന്നത്. അതെ, അതിനാണ് ഞാൻ പറഞ്ഞത് ആദം അലൈഹി സ്വലാമിലും റൂഹുണ്ട്. ആദം അലൈഹി സ്വലാമിലും എന്തുണ്ട്? റൂഹുണ്ട്. വനഫഖ ഫീഹി മിർ റൂഹിഹി. അതേപോലെ തന്നെ മനുഷ്യൻ മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് 4-ാം മാസത്തിൽ റൂഹ് നൽകപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും റൂഹുണ്ട്. അവിടെയൊക്കെ എന്തുണ്ട്? അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? റൂഹ് നൽകുന്നുണ്ട്. അതാണ് അതിന് ജീവനല്ല റൂഹ് എന്ന് പറയുന്നത്.
ജീവനും അപ്പുറമുള്ള ഒരു സംഭവമാണ് റൂഹ്. നമ്മൾ റൂഹ് പോയി എന്ന് പറയുമ്പോൾ ജീവൻ പോകും, റൂഹിന്റെ കൂടെ ജീവനാകുമ്പോൾ പോകും. അതാണ് സംഭവം. റൂഹിന്റെ കൂടെ മനുഷ്യൻ മൃതി അടയുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുക റൂഹും ജീവനും ഒന്നാണ്. അങ്ങനെയല്ല. റൂഹ് എന്ന് പറയുന്നത് ദിവ്യത്വമായ ഒരു അംശമാണ്. റൂഹ് വരുന്നത് അള്ളാഹിൽ നിന്നാണല്ലേ? എല്ലാവർക്കും റൂഹ് എല്ലാവർക്കും വരുന്നത് അള്ളാഹിൽ നിന്നാണ്. വനഫഖ ഫീഹി മിർ റൂഹിഹി എന്ന് പറഞ്ഞു ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ. അതേപോലെ ഈ പറഞ്ഞതുപോലെ ഹദീസ് വന്നിട്ടുണ്ട്, മനുഷ്യൻ രൂപം കൊള്ളുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള റൂഹ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഉടമസ്ഥതയിലുള്ള റൂഹ് എന്നല്ല. ഇപ്പം പറഞ്ഞു അങ്ങനെ, അതായത് ഇവിടെ പക്ഷെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതായത് ക്രിസ്ത്യൻസ് മിൻഹു എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ ഒരു പാർട്ടാണ് എന്നാണ് അവരുടെ ഒരു അത് വിശദീകരിച്ച് പോകുമ്പോ ലാ തഖലു എന്ന് പറഞ്ഞ അതിരി കവിയലാണ്. ദിവ്യത്വത്തിന്റെ ഭാഗമായിട്ടാണ് നൽകുന്നത്. വനഫഖ ഫീഹി മിർ റൂഹിഹി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ തന്റെ റൂഹിൽ നിന്നും, അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള എന്നല്ല. പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ? യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ പറയണം, അർ-റൂഹു മിൻ അംരി റബ്ബി, അള്ളാന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് അതിനെ കുറിച്ച് വിവരമൊന്നുമില്ല, കുറച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ ആ മനസ്സിലാക്കിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സംഭവം അതാണ്. പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് എന്താകുന്നില്ല, മനുഷ്യൻ ദൈവമാകുന്നില്ല. മനുഷ്യൻ ദൈവമാകാനുള്ള അർഹത അവനുണ്ടാകുന്നില്ല. മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇന്നമ ഉപയോഗിച്ച് മുകളിൽ പറഞ്ഞു. ഇന്നമൽ മസീഹ് ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്, ദൈവദൂതനാണ്. കലിമത്തുഹു, ഓർഡർ കിട്ടിയിട്ടുണ്ട്, അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് നൽകിയ. റൂഹൻ മിൻഹു, അവരിൽ നിന്നുള്ള ഒരു ആത്മാവുമാണ്. അള്ളാഹ് നൽകി ചൈതന്യം നൽകിയെന്ന്. ചൈതന്യമല്ല റൂഹ് എന്ന് പറയും, വേറെ സംഭവമാണ്. നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണ്ട. നിങ്ങളുടെ കയ്യിൽ മറ്റേ എന്താ പറയാ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കുക. അത് ഓരോന്നിലും ഓരോ രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഞാനതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ആമിനു ബില്ലാഹി വറുസുലി, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആമിനു, ഇതൊക്കെ ഓർഡറാണ് കേട്ടോ. ലാ തഖലു എന്ന് പറയുമ്പോൾ എന്താണ്? ഓർഡറിന്റെ വിരുദ്ധമായ സംഭവം. പാടില്ല, നിങ്ങൾ അതിരകവിച്ചൽ പാടില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? കൽപ്പനക്രിയയും വിരോധക്രിയയും കൊണ്ട് നിറച്ചിട്ടുള്ള ചില സംഗതികളാണ് ഉള്ളത്. ലാ തഖലു, നിങ്ങൾക്ക് ഒരിക്കലും പാടില്ല. ദീനിക്കും, നിങ്ങളുടെ ദീനിൽ അതിരകവിയൽ പാടില്ല. അതിരകവിഞ്ഞു പോകുന്ന ഒരുപാട് കൂട്ടരെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്, പല നാടുകളിലുണ്ട്. അവരെ പോലെ ഒന്നും. അപ്പൊ എന്താണ് വിരോധക്രിയ? ഇവിടെ എന്താ പറഞ്ഞത്? അമീനു, ഓർഡറാണ്, കൽപ്പന. അമീനു ബില, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത, വിവരമില്ലാത്ത കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെ പോകരുത്. അവസാനം ഡിസ്കസ് ചെയ്ത് പോയി ചില ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ട് അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ കടിച്ച ചെന്നായി എന്ത് നിറമായിരുന്നു, എന്ത് രൂപമായിരുന്നു, എന്ത് കോലമായിരുന്നു, അതിന് എത്ര കൊമ്പുണ്ടായിരുന്നു എന്നൊക്കെ ഡിസ്കസ് ചെയ്യും. എന്താ ചർച്ചയുടെ സാരം നിങ്ങൾക്ക് മനസ്സിലായോ? യൂസുഫ് നബി അലൈഹി സ്വലാമയെ കടിച്ച ചെന്നായുടെ നിറം എന്തായിരുന്നു? നിങ്ങൾ ക്ലാസ്സിലല്ല ഇരിക്കുന്നത്. ആർക്കും അറിയില്ല യൂസുഫ് നബി അലൈഹി സ്വലാമയെ കടിച്ച ചെന്നായുടെ നിറം? ചെന്നായി കടിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാവും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചർച്ച ചെയ്താൽ. അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. എന്നെ പഠിപ്പിച്ച ഷേഖ് എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ചർച്ച ഉണ്ടായിരുന്നുണ്ട്. ചർച്ച ചെയ്ത് ഇങ്ങനെ കാട് കയറി പോവുക. അപ്പൊ ആ ചെന്നായുടെ നിറം എന്തായിരുന്നു, അതിന്റെ എത്ര കൊമ്പുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് അറിവില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല.
നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആമിനു ബില്ല, അള്ളയെ വിശ്വസിക്കുക. അള്ളയെ കുറിച്ച് വിശ്വസിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് കിതാബിൽ പറഞ്ഞിരിക്കുന്നത്, അക്കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുക. അതിലെല്ലാം എന്താണ്? അതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സുവ്യക്തമാണ്. തൗറ എടുത്താലും ഇഞ്ചിയിൽ എടുത്താലും ഖുർആൻ എടുത്താലും ഒറിജിനൽ ടെക്സ്റ്റുകൾ കേട്ടോ, ഒറിജിനൽ ടെക്സ്റ്റ് എന്നുള്ളത് ലൂക്കോസിന്റെയും മാർക്കോസിന്റെയും സുവിശേഷങ്ങളാണ്. അതിലും എന്ത് ചെയ്യുന്നുണ്ട്? ശരി അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒറിജിനൽ തൗറയും ഒറിജിനൽ ഇഞ്ചിലും എടുത്താൽ അതിൽ ശരി മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതിൽ അള്ളയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയാണ് വിശ്വസിക്കേണ്ടത്. ഖുർആനിൽ അള്ളയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും വിശ്വസിക്കണം. അതൊക്കെ സുവ്യക്തമായ കാര്യങ്ങളാണ്. വറുസുലി, അവന്റെ ദൂതന്മാരെ കുറിച്ചും വിശ്വസിക്കുക. അപ്പൊ റിസാലത്ത് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അള്ളാഹ് റസൂലുമാരെ അയക്കും, നബിമാരെ അയക്കും, അമ്പിയാനെ അയക്കും. ആ സംഗതി കൊണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. അതൊക്കെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊക്കെ വിശ്വസിക്കുക. വലാ തഖൂലു സലാസ, പിന്നെ വീണ്ടും വിരോധക്രിയ ഉപയോഗിച്ചിരിക്കുക. നിങ്ങൾ മൂന്നിനെ കുറിച്ച് പറയരുത്. ഏത്? ദിവ്യത്വവുമായി ബന്ധപ്പെടുത്തി മൂന്നിനെ കുറിച്ച് പറയരുത്. ലാ തഖൂലു സലാസ, മൂന്നുണ്ട് എന്ന് പറയരുത്. ഇൻതഹു, സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഇൻതഹു, നിർത്തിക്കോളി. നേരത്തെ പറഞ്ഞില്ലേ, കൽപ്പന വിരോധം കൊണ്ടുള്ള ഒരു പ്രത്യേക താക്കീതുകളാണ്. നമ്മൾ ഇതിന്റെ സീരിയസ്നെസ് അറിഞ്ഞ് വായിച്ചാൽ നമുക്ക് അതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാവും. നിങ്ങൾ ഓവറായി പോവരുത്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം ചർച്ച ചെയ്യരുത്. ഈസാ നബി അലൈഹി സ്വലാം ദൂതനാണ്, ദൂതൻ മാത്രമാണ്, അവന്റെ കൽപ്പനയാണ്. അവൻ ആ കൽപ്പന മറിയമിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അവന്റെ ചൈതന്യമുണ്ട്, റൂഹുണ്ട്. പിന്നീട് നിങ്ങൾ വിശ്വസിക്കേണ്ടത് കിതാബിൽ അല്ലെങ്കിൽ കിതാബുകളിൽ അള്ളയെ കുറിച്ച് എന്ത് വന്നിരിക്കുന്നു, കൃത്യമായി വന്നിരിക്കുന്നു, അത് വിശ്വസിക്കുകയാണ്. അതേപോലെ റസൂലുമാരുണ്ട്, ആ റസൂലുമാരിൽ വിശ്വസിക്കലാണ്. തഖൂലു സലാസ, മൂന്നെന്ന് ഒരിക്കലും പറയരുത്. നിങ്ങൾ ഇൻതഹു, നിർത്തിക്കോളി. ഖൈറൻ ലക്കും, നിങ്ങൾക്ക് നല്ലതായ നിലയിൽ എന്ന് പറഞ്ഞാൽ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ആ വിഷയത്തെ കുറിച്ചുള്ള ചർച്ച നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പിന്നെ വീണ്ടും പറഞ്ഞു, ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്. അള്ളാഹ് ഒരൊറ്റ ദൈവം മാത്രമാണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ഘടനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ ഒരൊറ്റ ഇലാഹമില്ല. അപ്പൊ ഇവിടെ എന്താ? ഇന്നമല്ലാഹു ഇലാഹൻ വാഹിദ്, അള്ളാഹു ഏകനായ ആരാധ്യൻ മാത്രമാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, ഇവിടെ ഏകത്വത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അൺഡിവൈഡബിൾ, എന്താണ്? വിഭജിക്കാൻ പറ്റാത്തതാണ്. പിതാവുണ്ടെന്നോ മകനുണ്ടെന്നോ പറയാൻ പറ്റാത്തതാണ്. അതായത് ഏകനാണെങ്കിൽ അവന് ശേഷം ഒന്ന് വരികയില്ല. ഏകനാണെങ്കിൽ അവന് മുമ്പ് വേറൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ ഖുൽ ഹുവല്ലാഹു അത് പറയുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഏകനാണെങ്കിൽ അതിന് പിൻഗാമി ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതിന് ബ്രാഞ്ചസ് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതിൽ നിന്നും ആ വിത്തിൽ നിന്നും മറ്റൊന്ന് ഉണ്ടാവുകയില്ല. അതേപോലെ ഏകനാണെങ്കിൽ അവന് മുൻഗാമി ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അവൻ വേറെ ഒന്നിൽ നിന്നും തിരിഞ്ഞു വന്നതാവുകയില്ല, വേറെ ഒരു വിത്തിൽ നിന്നും ഉത്ഭവിച്ചതാവുകയില്ല. ഇതാണ് ഏകൻ എന്ന് പറഞ്ഞാൽ. സലാസത്തുൻ എന്ന് പറയുന്നത് എന്താണ്? സലാസത്തുൻ പിതാവ്, പറഞ്ഞില്ലേ, അവര് പറഞ്ഞില്ലേ, പിതാവ്, പുത്രൻ, അത് നമ്മൾ ഖുൽ ഹുവല്ലാഹിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിട്ടുപോയത്. ഖുൽ ഹുവല്ലാഹിൽ പറഞ്ഞായിരുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. ലം യലിദ് എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചിട്ടില്ല, ലം യൂലദ് ജനിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതേപോലെ അവൻ പിതാവല്ല, അവൻ പുത്രനല്ല, പിന്നെ അവനോടൊപ്പം വേറെ ഒന്നും ചേർന്നിട്ടുമില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന രീതിയിൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് മൂന്നാണ്, എന്നാൽ മൂന്നും കൂടി ചേർന്നിട്ട് ഒന്നാണ്. അങ്ങനെ ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ദിവ്യത്വമാണെങ്കിൽ അത് ഏകത്വമായിരിക്കും. കാരണം
ഒരാൾക്ക് മാത്രമേ ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരാൾക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഒരുത്തനാണെങ്കിൽ മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ഇവിടെ പറയുന്നത് ബ്രാഞ്ചസ് ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. അതാണ് ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്. നിങ്ങൾ മൂന്നാണ് എന്ന് പറയരുത്, അത് വിഭജിക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെ പറയാൻ പറ്റില്ല, അത് സാധ്യമല്ല. ദൈവമാണെങ്കിൽ ഒന്നാണ്, ഒന്നിനെ ദിവ്യത്വം അവകാശപ്പെടാൻ പറ്റൂ. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്. പിന്നെ അവിടെ എന്താണ്? സ്റ്റോപ്പാണ്. ഇവിടെ എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പാരായണം ചെയ്ത് നോക്കണം. അപ്പൊ എന്നിട്ട് നമ്മൾ അടുത്തിരിക്കുന്ന ആൾ കേൾപ്പയല്ല, നമ്മൾ സ്വന്തം കേൾക്കുക നോക്കാം. ഇന്നമല്ലാഹു ഇലാഹും വാഹിദ് സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ എന്താ പറയല്? അല്ലാഹ് ഒരൊറ്റ ഇലാഹാണ്, ഒരൊറ്റ ആരാധ്യൻ മാത്രമാണ്. അവന് മകനുണ്ടാവുക എന്നതിൽ നിന്നും അവൻ എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്. അൻ യകൂന ലഹു വലദ്, അന്നും ഫേഡ് മുളാരിയും കൂടെ ചേർന്നിട്ട് ക്രിയാധാതുവിന്റെ അർത്ഥമാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അന്നം അപൂർണ ക്രിയയും കൂടെ ചേർന്ന് ക്രിയാധാതുവിന്റെ അർത്ഥം. അപ്പൊ അൻ യകൂന എന്ന് പറഞ്ഞാൽ കൗന് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുബ്ഹാനഹു, കൗന്, അവന് ഉണ്ടാകുക എന്നതിൽ നിന്നും അവൻ എത്രയോ പരിശുദ്ധനാണ്. അവന് മകൻ ഉണ്ടാവുക എന്നതിൽ നിന്നും അവൻ എത്രയോ പരിചിതനാണ്. എന്ന് പറഞ്ഞാൽ മകൻ ഉണ്ടാവുക എന്നത് ദിവ്യത്വത്തിന് യോജിക്കാത്ത ഒരു വീക്ക്നെസ് ആണ്, അല്ലേ? മകന് ഇപ്പൊ നമ്മൾ പറയുമല്ലോ, അവന്റെ സ്നേഹഭാജനമാണ്. ആ സ്നേഹഭാജനം അയാൾക്കൊരു വീക്ക്നെസ് ആണ്. മകനെ നമ്മൾ സ്നേഹിക്കുന്നു, അതൊരു വീക്ക്നെസ്. അവിടെ ചെറിയൊരു എന്തുണ്ടാകുന്നുണ്ട്? വിഘാതം ഉണ്ടാകുന്നു. നമ്മൾ നോക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അത് അനിവാര്യമായ സംഗതിയാണ്. അതേസമയം ദിവ്യത്വത്തിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു വീക്ക്നെസ് ഉണ്ടാകും. പിതാവ് പുത്രന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സംഗതി, പുത്രൻ പിതാവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സംഗതി, അവിടെ എന്തുണ്ടാകുന്നു? ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ ഉണ്ടാകാവതല്ല, ഒരു ദിവ്യത്വത്തിന് യോജിക്കുന്നതല്ല അത്. യകൂന ലഹു വലദ്. അപ്പൊ അവിടെ എന്തായി? ഫുൾ സ്റ്റോപ്പായി, കംപ്ലീറ്റ് സ്റ്റോപ്പ്. അവിടെയാണ് നിയമിട്ടിരിക്കുന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞു? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇനി ഈസ അലൈഹിസ്സലാം ആയിരുന്നാലും, അദ്ദേഹത്തിന്റെ ഉമ്മയായ മറിയമായിരുന്നാലും, ആകാശമായിരുന്നാലും, ഭൂമിയായിരുന്നാലും എല്ലാം അള്ളാഹ്ക്കുള്ളത് തന്നെയാണ്. ലഹു, അവനുള്ളതാണ്. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഭൂമിയിലും ആകാശത്തും. ആകാശത്തുള്ളതെല്ലാം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഭൂമിയിലുള്ളതും എന്നർത്ഥം. അതായത് മാഫിസ് സമാവാത്ത് എന്ന് പറയുന്നത് ആമാണ്, പൊതുവായി പറഞ്ഞതാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? പൊതുവായി പറഞ്ഞപ്പം ഇനി പറയാൻ പോകുന്നതും അതിൽ ഉൾപ്പെട്ടു. എന്നാൽ ഖാസായിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയും ചില സംഗതികൾ. എപ്പോഴും പറയുന്നതാണ് എന്ന് പറഞ്ഞോളൂ. എല്ലാ ആരാധനയും അതിൽപ്പെട്ടു. യജമാനസനായി അവന് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നമസ്കാരം എടുത്തു വരേണ്ട കാര്യമില്ല. പക്ഷേ പൊതുവായി പറഞ്ഞതിന് ശേഷം രണ്ട് കാര്യം അവിടെ എടുത്തു പറഞ്ഞു. സക്കാത്തും നമസ്കാരവും മാത്രമല്ല ഇബാദത്ത്. അതേപോലെ മാഫി സമാവാത്ത്, സമാവാത്തിൽ ഭൂമി എന്ന് പറയുന്ന അല്ല സമാവാത്ത്. സമാവാത്ത് പെട്ടതാണ് ഭൂമി. അപ്പൊ പൊതുവായ സംഗതി പറഞ്ഞതിന് ശേഷം പിന്നെ പ്രത്യേകമായ ഒരു സംഗതി എടുത്തു പറയാം. കഫാബില്ല. അപ്പൊ ഇത് നമ്മൾ ചേർത്ത് വായിച്ചു നോക്കുക. സുബ്ഹാനഹു അൻ യകൂന ലഹു വലദുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇതെല്ലാം ആകാശഭൂമികളെല്ലാം അവനുള്ളതായിരിക്കുക എന്നത് സുബ്ഹാനഹു, അവനത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. അങ്ങനെ വാക്യ ഘടന തന്നെ യോജിക്കൂല, പക്ഷെ അങ്ങനെ അല്ല പറയേണ്ടത്. അവിടെ സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീല.
പരമേൽപ്പിക്കപ്പെടുന്നവൻ. ഇപ്പൊ വക്കീൽ എന്താണ്? വക്കീൽ ഏത് വസിനാണ്? വക്കീൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ഹമീദ എന്ന് പറയും. ഫഈൽ വസിന് ചിലപ്പോൾ ആധിക്യത്തിന്റെ രൂപമായിട്ട് വരും, ചിലപ്പോൾ മഫ്ഊലിന്റെ രൂപമായിട്ട് വരും. ഇസ്മ മഫ്ഊലിന്റെ അർത്ഥത്തിൽ വരും. ഉദാഹരണം, നമ്മൾ ഇന്നൊക്കെ ഹമീദും മജീദ്. ഹമീദിന്റെ അർത്ഥം എന്താ? സ്തുതിക്കാൻ പെടുന്നവൻ. അപ്പൊ എന്താണ്? മഫ്ഊലിന്റെ അർത്ഥമാണ് അല്ലെ? ഹമീദ് എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു എന്നാണ്. അപ്പോ സ്തുതിക്കുന്നവൻ ഹാമിദ്, സ്തുതിക്കപ്പെടുന്നത് മഹ്മൂദാണ്. മഹ്മൂദിന്റെ അർത്ഥത്തിലാണ് ഹമീദ് വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ വക്കീൽ എന്താണ്? വക്കീൽ വന്നിരിക്കുന്നത് പരമേൽപ്പിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ഹമീദിന്റെ രൂപമാണ്. കഫാ ബില്ലാഹി വക്കീല, പരമേൽപ്പിക്കപ്പെടുന്നവനായ നിലയിൽ അവൻ തന്നെ പരമേൽപ്പിക്കപ്പെടുന്നവനായി അവൻ തന്നെ മതിയാകും. കഫാ ബില്ലാഹി. എന്ത് ഹാലായിട്ട് പറയാൻ പറ്റില്ലല്ലോ. കഫാ ബില്ലാഹി ഇവിടെ കഫായുടെ കൂടെയുള്ള സംഭവമാണത്. വക്കീലൻ എന്നാണ് വരിക. കഫാ ബില്ലാഹി വക്കീലൻ, വക്കീലായ നിലയിൽ. കഫായുടെ മഫ്ഊലുൻ ബിഹിയാണ് വക്കീൽ. രണ്ട് സംഗതിയാണ് പറഞ്ഞത്. ഒന്ന്, വക്കീൽ എന്ന് പറയുന്ന വസിൻ എവിടെ നിന്ന് വന്നു? ഇതാണ് അതിന്റെ സർഫ്. അതിന്റെ സർഫിന്റെ ഘടന എങ്ങനെ വന്നത്? വക്കീൽ ഹമീദിന്റെ അർത്ഥത്തിലാണ്. ഹാമിദ് അല്ല, ഹമീദിന്റെ അർത്ഥത്തിൽ, അല്ല മഹ്മൂദിന്റെ അർത്ഥത്തിലാണ് ഹമീദ് പറയുന്നത് പോലെ. രണ്ടാമത്, കഫ മതിയാകും, അള്ള തന്നെ മതിയാകും. വക്കീലൻ, വക്കീലായ. ഓക്കെ. ലൻ യസ്തൻകിഫൽ മസിഹു, ഇസ്തൻകഫ യസ്തൻകിഫു, വൈമനസ്യം കാണിച്ചു അല്ലെങ്കിൽ മടി കാണിച്ചു, അറച്ചു നിന്നു. അൽ മസിഹു, മസീഹ് ഈസാ നബി അലൈഹി സ്വലാം. നേരത്തെ പറഞ്ഞല്ലോ, അൽ മസീഹ് എന്ന് പറഞ്ഞിട്ടാണ് ഈശയെ പറഞ്ഞത്. മിസിഹ എന്ന് പറയുമല്ലോ, മിസിഹ, അതാണ് മസീഹ്. അപ്പൊ മസീഹ്, അപ്പം ഈസാ നബി അലൈഹി സ്വലാമിക്ക് പകരം പറഞ്ഞ പേരാണ് അൽ മസീഹ്. അൽ മസീഹ് മടി കാണിക്കുകയില്ല, വൈമനസ്യം കാണിക്കുകയില്ല. യകൂന അബ്ദൻ ലില്ലാഹി, അള്ളാഹ്ക്ക് ദാസനാകുക എന്നതിൽ നിന്ന്. യകൂന നേരത്തെ പറഞ്ഞതുപോലെ കൗനിന്റെ അർത്ഥത്തിലാണ്. യകൂന അബ്ദൻ ലില്ലാഹി, അള്ളാഹ്ക്ക് ദാസനായിരിക്കുക എന്നത് ഈസ അല്ലെങ്കിൽ ഈസാ മസീഹ് മടി കാണിക്കുകയില്ല. ദാസനാവുക എന്നതിന് മടി കാണിക്കുകയില്ല. വലൽ മലായികത്തുൽ മുഖറബൂൻ, മലക്കുകൾ, സമീപസ്ഥരായ മലക്കുകളും മടി കാണിക്കുകയില്ല. അവർക്കൊക്കെ എന്താണ്? അവർക്കൊക്കെ അഭിമാനമാണ്, ഞങ്ങൾ അള്ളാന്റെ ദാസനാണ്. ഞാൻ ഇന്ന സ്വയൻസോ ബോസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, ആ കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ? യഥാർത്ഥം എന്താ? നമ്മൾ അയാളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് അയാളുടെ തരുന്ന തുച്ഛമായ വേതനം വാങ്ങുകയാണ്, അയാൾ ലാഭം ഉണ്ടാക്കുക. അങ്ങനെ നോക്കിയാല്. പക്ഷെ നമ്മളെപ്പോൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ടാറ്റയുടെ കൂടെ വർക്ക് ചെയ്യുന്നു, ബെർലയുടെ കൂടെ വർക്ക് ചെയ്യുന്നു, അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നു, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നു, അയാളുടെ കമ്പനിയിലെ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞോളൂ. എന്താണ്? അത്രയും മഹത്വമേറിയ ആളുടെ സെർവന്റ് ആവുക, അയാളുടെ എംപ്ലോയി ആവുക എന്ന് നമുക്ക് അഭിമാനമാണെങ്കിൽ, അള്ളാന്റെ ലോകപ്രപഞ്ച സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനും നിയന്താവും എല്ലാമായ അള്ളാന്റെ ദാസനാവുക എന്നത് എന്താണ്? അഭിമാനമാണ്. ഞാനീ മക്ബറയുടെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതിയുടെയോ ഒന്നും, കല്ലിന്റെയോ മുള്ളിന്റെയോ സർപ്പത്തിന്റെയോ ഒന്നും അടിമയല്ല, ദാസനല്ല. അതിന്റെ ഒന്നും മുന്നിൽ ഞാൻ ഓച്ചാണിച്ച് കൈകൂപ്പിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഞാൻ എന്താണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നവൻ ആരാണോ അവന്റെ ദാസൻ. അപ്പൊ അങ്ങനെ ദാസ്യം സ്വീകരിക്കുന്നതിന്, ദാസനാവുക എന്ന അവസ്ഥയ്ക്ക് ഈസാ മസീഹ് അലൈഹി ഇസ്ലാമും അതേപോലെ മുഖറബുകളായ സമീപസ്ഥരായ മലക്കുകളും ഒന്നും മടി കാണിക്കുകയില്ല. ഇനി അപ്പൊ ഇസ്തൻകഫ യസ്തൻകിഫുവിന് ജസ്മി ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ കാരണം?
കണ്ടീഷണൽ മന്നാണ്. കണ്ടീഷനാണ്. അതിന്റെ റിസൾട്ട് ആണ് ഫസയഹ്ശുറുഹും വമൻ യസ്തൻകിഫ് അൻ ഇബാദത്തിഹി വയസ്തക്ബിർ. അപ്പൊ വാവ് ഉപയോഗിച്ച് യസ്തൻകിഫിനോടൊപ്പം ബന്ധപ്പെടുത്തും. അങ്ങനെയാണ് യസ്തക്ബിറിനും ജസ്മോൻ. അപ്പൊ വമൻ യസ്തൻകിഫ്, ഏതൊരുവൻ മടി കാണിക്കുന്നുവോ വൈമനസ്യം കാണിക്കുന്നുവോ അൻ ഇബാദത്തിഹി, അവനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, വയസ്തക്ബിർ, കിബിർ നടിക്കുകയും ചെയ്തു. ഇസ്തക്ബറ, കിബിർ നടിച്ചു, അഹംഭാവം നടിച്ചു. വയസ്തക്ബിർ, കിബിർ നടിക്കുകയും ചെയ്യുന്നുവോ. അപ്പൊ അതെന്താണ് അങ്ങനെ ഓ എന്ന് പറഞ്ഞത് കണ്ടീഷൻ ആയതുകൊണ്ട്. ഫസയഹ്ശുറുഹും ഇലൈഹി ജമിയ, അവരെ എല്ലാവരെയും. വാവുൽ അത്ഫോ, വാവുൽ അത്ഫ് ബന്ധപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. വാവുൽ അത്ഫ്. ഫസയഹ്ശുറുഹും, അവരെ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടും. ഇലൈഹി, ഫസയഹ്ശുറുഹും, അവൻ അവരെ ഒരുമിച്ച് കൂട്ടും. സമീപ ഭാവിയിൽ നിന്ന് വരുമോ? അതെ 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 അതെ, ഒരുപാട് സമയമൊന്നും വേണ്ട, സമീപ ഭാവിയിൽ തന്നെ ഒരുമിച്ച് കൂട്ടും. ഇവിടെ ഹർഫുൽ അത്ഫ്. ഹർഫുൽ അത്ഫ് അല്ല, ഹർഫ് തഅഖീബ്. എന്താണ് ഉസ്താദ്? തഅക്കീല. തഅഖീബ്, തഅഖീബ്, അഖീബ പിന്നീട് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ എന്നൊക്കെ പറയുന്നത് ആ അർത്ഥം. നമ്മൾ അതിന്റെ ഒന്നും വിശദീകരണത്തിലേക്ക് പോയിട്ടില്ല. നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഇവിടെ മണ്ണിന്റെ വക്കീല എന്ന് പറയുന്നിടത്ത് വാവ് നവാഫല്ലേ, അതൊന്ന് നിങ്ങൾ പുതിയ സംഗതികളെ കൊണ്ടുവരും. നമ്മൾ പറയാത്ത കാര്യങ്ങളൊന്നും നമ്മളിപ്പോ പറയുന്നില്ല. അതായത് പറഞ്ഞ കാര്യം നമ്മുടെ പോളിസി ഇതാണ്. പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ഉറപ്പുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അവിടെ വാവ് തഅഖീബിന്റെ ആണോ അല്ല അത്ഫാണോ പിന്നെ വാവുൽ ഇസ്തിനാഫ് ആണോ എന്ന് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതിന്റെ നെക്സ്റ്റ് ലെവലിലാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപയുക്തമാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ 8 സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല, ഇപ്പോഴത്തെ നമ്മളിപ്പം സൂറത്ത് നിസാ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം അത് എന്താണ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമയാണ്. ഡിപ്ലോമ കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് ഡിപ്ലോമയാണ്. അഡ്വാൻസ്ഡ് ഡിപ്ലോമയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഫാഇന്റെയും വാവിന്റെയും വിശദീകരണത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ വായും ഫായും ഒന്നിലധികം രീതിയിൽ ഉപയോഗിക്കും അല്ലെ. അപ്പൊ നമ്മള് വാവ് കസമാണോ വാവ് അത്ഫാണോ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത്ഫ് ചെയ്യുന്നിടത്ത് ഇസ്തിനാഫിന്റെ കാര്യങ്ങളിലേക്കും നമ്മൾ പോകേണ്ടതില്ല. അതേപോലെ ഫാഇന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇപ്പോൾ പോകേണ്ടതില്ല. അതൊക്കെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് മാറ്റി വയ്ക്കാം. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഡിപ്ലോമ കഴിഞ്ഞിട്ട് അഡ്വാൻസ് ഡിപ്ലോമ, അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ ഡിപ്ലോമ വരും. അതും കഴിഞ്ഞിട്ടാണ് ഗ്രാജുവേഷൻ വരിക. പക്ഷെ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ ഫസയഹ്ശുറുഹും എന്ന് പറയുന്നോടത്ത്. പറഞ്ഞോളൂ. ഫായുടെ കാര്യമാണ് ഒരു സഹോദരി ചോദിച്ചത്. സായുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് ഇങ്ങനെ വൈകി എപ്പോഴെങ്കിലും ഒരുമിച്ച് കൂട്ടുമെന്നുള്ള അർത്ഥത്തിൽ. മറിച്ച് എന്താണ്, അനധി വിദൂര ഭാവിയിൽ തന്നെ ഒരുമിച്ച് കൂട്ടും. അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പൊ അള്ളാഹ് ഉടനെയാണ് തരുന്നത് നമ്മൾ പറയുന്നുണ്ട്. ആ രീതിയിലാണ് ഇലൈഹി ജമിയ, എല്ലാരെയും ഒരുമിച്ച് കൂട്ടും. അപ്പൊ അള്ളയെ ആരാധിക്കുന്നതിൽ നിന്നും ഏതൊരുവൻ വൈമനസ്യം കാണിക്കുന്നുവോ അവന് വൈമനസ്യം കാണിക്കുക അല്ലെങ്കിൽ അഹംഭാവം നടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് അള്ളാഹ് ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അള്ളാഹ് അവനെ ഒരുമിച്ച് കൂട്ടുകയും വിചാരണ ചെയ്യുകയും ചെയ്യും. ഒരുമിച്ച് കൂട്ടിയ സ്വാഭാവികമായിട്ടും അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിചാരണയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്നോ?
പൂർത്തിയായി നൽകി. പൂർത്തീകരിച്ച് നൽകി. വഫാത്ത് ബക്കറയില് വഫാത്ത് വഫാത്തിന്റെ വഫ അല്ല ഞാൻ ചോദിക്കണേ വഫായാണ്. വഫ യുവഫി എന്ന് പറയുമ്പോ എന്താണ്? സബ്ബഹയാണ്. വഫാത്ത് നമ്മൾ മരണം എന്ന് പറയും. പൂർത്തീകരിച്ചു കൊടുക്കുന്നല്ലേ, പൂർണ്ണമാക്കി പൂർത്തീകരിച്ചു. മറ്റെന്താണ്? അത് വേറെ വാക്കിൽ നിന്ന് വന്നതാണ് വഫാത്ത്. കേട്ടോ? ഇവിടെയൊക്കെ ഈ ഫാ വരുന്നുണ്ടല്ലോ. ഉസ്താദ് പറഞ്ഞില്ലേ മഞ്ഞ് വന്നാൽ കണ്ടീഷണൽ മഞ്ഞ് വരുമ്പോ അതിന്റെ ഖബറായിട്ടാണ്. അതിന്റെ ഖബറിന്റെ കൂടെ വരും. നമ്മൾ ഫാ വരും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് പഠിച്ചില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഡീറ്റെയിലായിട്ട് ഇപ്പൊ പോകുന്നില്ല. ഇതില് കമ്മ്യൂണിക്കേറ്റ് അറബിക്കില് വന്നിട്ടുണ്ട്. ഖബറിൽ വരുമെന്ന് മൂന്നില് വന്നിട്ടുണ്ട്. ആയിട്ട് വരും എന്ന് പറഞ്ഞു. അതെ. അത് ഇവിടെ അങ്ങനെ എല്ലായിടത്തും വരുന്നുണ്ട്. അടുത്തടുത്ത വാക്കുകളിലും അല്ല സെന്റൻസിലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ അത്തഫാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല പറഞ്ഞത്. فأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم ويزيدهم من فضله. زاد يزيد എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു എന്നുകൊണ്ട് വർദ്ധിപ്പിച്ചു എന്നും അർത്ഥമാണ്. വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് മഫ്ഊലുൻ ബിഹി ഉണ്ടാവും. യസീദു വർദ്ധിപ്പിച്ചു, ഹോം അവർക്ക്. ഓക്കെ. وأما الذين استنكفوا واستكبروا فيعذبهم عذابا أليما ولا يجدون لهم من دون الله وليا ولا نصيرا. يا أيها الناس قد جاءكم ബുർഹാൻ. ബുർഹാൻ എന്താ പറഞ്ഞത്? ന്യായപ്രമാണം, തെളിവ്, പ്രമാണങ്ങൾ, കൺഫേംഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്, ഉറപ്പായ ഡോക്യുമെന്റ്. അള്ളാഹ് നമുക്ക് നൽകിയിരിക്കുന്ന എന്തല്ല? അഡ്വൈസസ് അല്ല. അഡ്വൈസസും വാദമൊന്നും അല്ല തന്നിരിക്കുന്നത്. മറിച്ച് എന്താ? കൺഫേംഡ് ഡോക്യുമെന്റ് ആണ് തന്നിരിക്കുന്നത്. ഡോക്യുമെന്റേഷൻ ചെയ്തിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ ചെയ്യാവൂ. അഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് റെക്കമെൻഡേഷൻസ് ആണ്, ഉപദേശങ്ങളാണ്. വാദം എന്നൊക്കെ പറയുമ്പോൾ ഉപദേശമാണ്. വാദമുണ്ട് ഇതില്, പക്ഷെ മൊത്തം ഡോക്യുമെന്റേഷൻ എന്താണ്? അത് കൺഫേംഡ് ഡോക്യുമെന്റേഷൻ. അതിനാണ് ബുർഹാൻ പറഞ്ഞത്. തെളിവ്, ന്യായപ്രമാണം, പ്രമാണമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മലയാളം ഇത് പറയില്ല, പ്രമാണം എഴുതാൻ പോയെന്ന് പറഞ്ഞാൽ അത് ഡോക്യുമെന്റേഷൻ. അത് രജിസ്റ്റർ ഓഫീസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും. അതേപോലെ ബുർഹാൻ, ന്യായപ്രമാണം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി, ക്രിസ്റ്റൽ ക്ലിയർ ആയി, സുവ്യക്തമായി വന്നിരിക്കുന്നു. അൻസൽനയിലേക്ക് നൂറൻ, നിങ്ങൾക്ക് പ്രകാശം വന്നിരിക്കുന്നു. മുബീൻ, നൂറെന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശമാണ്. ആ പ്രകാശം എന്താണ്? സുവ്യക്തവുമാണ്. എന്നുള്ളതാണ് ആദ്യം വരെ പറഞ്ഞതിന്റെ ആദ്യം. ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന, അത് പറഞ്ഞില്ലേ? യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്കും. ഫഅമ്മ അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി. അപ്പൊ വിശ്വസിക്കുകയും, നേരത്തെ എന്താ പറഞ്ഞ മുമ്പ് പറഞ്ഞത്, കിബർ നടിക്കുകയും അള്ളാഹെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും ഇബാദത്ത് ചെയ്യുന്നതിന് വൈമനസ്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഫസയഹ്ശുറുഹും ഇലൈഹി ജമീഅ, അള്ളാഹിന്റെ അടുക്കൽ അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. പിന്നെന്താ പറഞ്ഞത്? ഇതിനിടയ്ക്ക് വിശ്വാസികളെ കുറിച്ച് പറയണം. ഫഅമ്മല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ. സാലിഹാത്തിന്റെ യഥാർത്ഥത്തിലുള്ള അടയാളം എന്താണ്? എന്ത് സ്ഥാനത്താണുള്ളത് സാലിഹാത്ത്? കർമ്മമായിട്ടുണ്ട്. ഏതിന്റെ കർമ്മം? ക്രിയ ഏതാ? അമിലുവിന്റെ. അവൻ ചെയ്തു, നല്ലതായ കാര്യങ്ങൾ പ്രവർത്തിച്ചു. ഇവിടെ പെണ്ണുങ്ങളല്ല, സൽക്കർമ്മികളായ പെണ്ണുങ്ങളല്ല. സാലിഹാത്ത്, നല്ലതായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. ഫയുവഫീഹിം, അവർക്ക് പൂർണ്ണമായും നൽകും. അവിടെ എന്ത് ചെയ്യുന്നില്ല? ഒരു കുറവുമില്ല.
ഒരു കുറവും വരുന്നതില്ല. ഫയുവഫീഹിം ഉജൂറഹും, അവരുടെ കൂലിയെ അവൻ പൂർണ്ണമായി നൽകും. വയസീദുഹും, പിന്നീട് അധികവും നൽകും. മിൻ ഫദ്ലിഹി, അവന്റെ ജനറോസിറ്റി, ഔദാര്യത്തിൽ. അപ്പൊ പൂർണ്ണമായും കൂലി പൂർണ്ണമായിട്ടും, അതാണ് നമ്മൾ 1-ന് 10, 10-ന് 10 കഴിഞ്ഞിട്ട് 700 ഒക്കെ ഇരട്ടി എന്ന് പറയും. അതേപോലെ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ നൽകും. കണക്കില്ലാതെ, വിത്തൗട്ട് എനി എന്താ പറയാ, അതിന് പറയാം അൺലിമിറ്റഡ് ആയിട്ട് നൽകും, വിതൗട്ട് എനി ലിമിറ്റേഷൻ. അപ്പൊ സൽക്കർമ്മം വിശ്വസിക്കുകയും വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മം ഉണ്ടായിരിക്കുകയും ചെയ്തവർ, രണ്ടിലേതെങ്കിലും ഒന്നിനല്ല കേട്ടോ. വിശ്വസിച്ചിട്ട് സൽക്കർമ്മം ചെയ്യാതിരിക്കുന്നവർക്ക് പ്രതിഫലമില്ല, അതേപോലെ സൽക്കർമ്മം ചെയ്തിട്ട് വിശ്വസിക്കാതിരിക്കുന്നവർക്കും പ്രതിഫലമില്ല. രണ്ടും ചെയ്തതായ ഒരു കൂട്ടർ. അല്ലദീനയുടെ ശേഷം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലാതെ അന്നല്ലദീന ആമനു വല്ലദീന അമലു എന്നല്ല പറഞ്ഞത്. വിശ്വസിച്ചതായ ഒരു കൂട്ടരും പ്രവർത്തിച്ച നല്ല പ്രവർത്തി ചെയ്തവരായ ഒരു കൂട്ടരും അല്ല, മറിച്ച് ഒരു കൂട്ടരാണ്. അവര് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ സൂറത്തുൽ അസ്ർ പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. 2 കോഇൻസിഡൻസ് ആണ്, രണ്ടും ഒരുമിച്ചുണ്ടായിരിക്കണം. അല്ലദീന ബാധകം, അല്ലദീന രണ്ടിനും ബാധകമല്ല. ഇത് രണ്ടും ചെയ്തതായ ഒരു കൂട്ടരാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തതായ ഒരു കൂട്ടർ. ഫയുവഫീഹിം, അപ്പൊ അവർക്ക് അവരുടെ കൂലി പൂർണ്ണമായി നൽകും. അത് കൂടാതെയാണ് എക്സ്ട്രാ ബോണസ് ആയിട്ടാണ് നൽകുന്നത്. അവന്റെ ഔദാര്യത്തിൽ. അതേസമയം വൈമനസ്യം കാണിച്ചവർ. ഞാൻ ഒരാള് നമസ്കരിക്കുന്ന സമയത്ത്, ഒരാള് സുജൂദ് ചെയ്യുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നില്ല, എനിക്കൊരു സംശയം, ഇയാളെ നെറ്റ് തറയിൽ തൊടുന്നില്ല. ഞാൻ വീണ്ടും നമസ്കാരം കഴിഞ്ഞ ശേഷം വീണ്ടും അയാളെ ശ്രദ്ധിച്ചു. അയാൾ സുന്നത്ത് നമസ്കരിക്കുമ്പോഴും ഇത് തന്നെയാണ് സമയം. നെറ്റ് എന്ത് ചെയ്യുന്നില്ല, തറയിൽ തൊടുന്നില്ല. കാർപ്പറ്റിട്ട പള്ളിയാണ്, കാർപ്പറ്റിട്ട് AC ഉള്ള പള്ളിയാണ്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങള് നെറ്റ് തറയിൽ തൊടുന്നില്ലല്ലോ. അയാൾ ഇഷ്ടപ്പെട്ടില്ല. നീ എങ്ങനെ കണ്ടു? അപ്പൊ യഥാർത്ഥത്തിൽ എന്താ, നമ്മളവിടെ കൊണ്ട് തറയിൽ വെക്കുന്ന തറയിൽ കാർപ്പറ്റിലോ അല്ലെങ്കിൽ അഴുക്ക് സ്ഥലത്തോ ഒന്നും അല്ല. ഇതിനേക്കാളും അഴുക്കുള്ള സ്ഥലത്ത് സുജൂദ് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും അല്ല, മറിച്ച് എന്താണ്, അള്ളാന്റെ തിരുസന്നിധിയിലാണ് നമ്മൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്, തല കൊണ്ടുവയ്ക്കുന്നത്. ആ സ്ഥാനമാണുള്ളത്. അല്ലാതെ അത് ഒരു തറയല്ല. അതൊരു കല്ലോ പുല്ലോ കാർപ്പറ്റോ എന്തുമായിക്കോട്ടെ, അതിന്റെ പുറത്തല്ല നമ്മൾ തല വയ്ക്കുന്നത്. നമ്മൾ അള്ളാന്റെ മുന്നിലാണ്, അതിന്റെ സമക്ഷത്തിലാണ്, അതിന്റെ കാഴ്ചയിലാണെന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് നമ്മൾ തലകൊണ്ട് വയ്ക്കുന്നത്. അപ്പൊ അതൊരു ശ്രേഷ്ഠമായ പദവിയാണ്. ഞാൻ ഖബറിനരികിലല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളും മുരട് മൂർഖൻ പാമ്പ് പോലെയുള്ളതിനെ ആരാധിക്കുന്ന ജനങ്ങളുണ്ട്. ഇവയുടെ ഒന്നിന്റെയും മുന്നിലല്ല ഞാൻ കൊണ്ടുവയ്ക്കുന്നത്. മറിച്ച് എന്താണ്, സർവ്വലോകത്തിന്റെയും കടിഞ്ഞാനുള്ളവൻ ആരാണോ, അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവനാണോ ആരാണോ, അവന്റെ മുന്നിലാണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ അല്ലാതെ മടി കാണിക്കുന്നവൻ, അവൻ കിബർ നടിക്കുകയാണ്. അതിന് അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ വൈമനസ്സം കാണിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവൻ അലീമൻ, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ്. അജാബൻ അലീമൻ, ഫയുഅദ്ദിബുഹും അജാബൻ അലീമൻ വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ, അവർക്ക് കിട്ടുകയില്ല. ലാ യജിദൂന, അവർക്ക് കിട്ടുകയില്ല, ലഭിക്കുകയില്ല, കാണുകയില്ല. കണ്ടുന്നല്ല, അവർ കാണുകയില്ല. കാണുകയില്ല, ലഭിക്കുകയില്ല. വജദ കണ്ടു, കിട്ടി, ലഭിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. മൗജൂദ് എന്ന് പറഞ്ഞിട്ട് എന്താ? ഉസ്താദ് മൗജൂദ്, മുദീർ മൗജൂദ് എന്നൊക്കെ ചോദിക്കും. അവൈലബിൾ ആണോ, ലഭ്യമാണോ, അവൈലബിൾ ആണോ? ഇപ്പൊ ഖുബൂസ് മൗജൂദ് എന്ന് ചോദിക്കും. ഷോപ്പിൽ പോയിട്ട് റുസ് മൗജൂദ്, ഖുബൂസ് മൗജൂദ് എന്ന് പറഞ്ഞാൽ ലഭ്യമാണോ, അവൈലബിൾ ആണോ എന്ന അർത്ഥത്തിലാണ്, പാർത്തിലാണ്. വലാ യജിദൂന ലഹും, അവർക്ക് ലഭിക്കുകയില്ല. മിൻ ദൂനില്ലാഹി, അള്ളയെ കൂടാതെ.
വലിയൻ ഒരു രക്ഷാധികാരിയായി. എന്താണ് നെക്കിറായിട്ടാ പറഞ്ഞത്, മാരിഫായിട്ടല്ല, നെക്കിറായിട്ട് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരൊറ്റ ഒന്നിനെയും കിട്ടില്ല എന്നർത്ഥം. നെക്കിറായിട്ട് പറഞ്ഞു വലിയൻ വല നസീറ, ഒരൊറ്റ സഹായിയും കിട്ടുന്നില്ല. അവൻ ഒരൊറ്റ വലിയനെയും കിട്ടുകയില്ല, ഒരൊറ്റ സഹായം. യാ യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅക്കും, നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് ശേഷം മാളി വന്നാൽ എന്താണ്, ഓൾറെഡി ഡൺ എന്ന അർത്ഥത്തിലാണ്, ഓൾറെഡി ഹാപ്പൻഡ്. അതിന് ശേഷം എന്ത് വരിക, മാളി വരിക, പൂർണ്ണവക്രിയ വരിക. അത് ജാഅക്കും, നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നു, വന്നിരിക്കുന്നു. ബുർഹാനും, ന്യായ പ്രമാണം, ഒരു ഉപദേശമല്ല, ഒരു റെക്കമെൻഡേഷൻസ് അല്ല, ഒരു സതുപദേശമല്ല, അതുപദേശമെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മറിച്ച് എന്താണ്, തന്നിരിക്കുന്ന സംഗതികളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഓർഡേഴ്സ് ആണ്, പ്രമാണമാണ്, അലംഘനീയമായ പ്രമാണങ്ങളാണ് വന്നിരിക്കുന്നത്. എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിന്ന്. നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ, പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവൻ, സമയാസമയങ്ങളിൽ എന്താവശ്യമുണ്ടോ അത് തന്നുകൊണ്ടിരിക്കുന്നവൻ. മനസ്സിലായിലേക്കും നിങ്ങൾക്ക് 100 തന്നിരിക്കുന്നു. അപ്പൊ ഖുർആൻ എന്താണ്, ഖുർആൻ 100 നിങ്ങൾക്ക് ബുർഹാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അള്ളാന്റെ കൽപ്പനകളാണ്. അള്ളാന്റെ കൽപ്പനകളുടെ സമാഹാരമായ ഖുർആൻ എന്ന് പറയുന്നത് ബുർഹാനാണ്. അതേപോലെ 100 എങ്ങനെയുള്ള 100? സുവ്യക്തമായ മുബീനായ നല്ല ശരിയെ വ്യക്തമാക്കി തരുന്നതുമാണ്. ആ തത്വങ്ങൾ സുവ്യക്തവുമാണ്. അങ്ങനെയുള്ള പ്രകാശം അതാണ് 100. ഫഅമ്മല്ലദീന ആമനൂ ബില്ലാഹി വഅതസമൂ, അപ്പോൾ അല്ലദീന ആമനൂ, വിശ്വസിച്ച, അമനു ബില്ലാഹി, അള്ളയിൽ വിശ്വസിച്ചവർ, വഅതസമൂ ബിഹി, ഇഅ്തസമ എവിടെ നമ്മൾ പഠിച്ചത്, വഅതസിമൂ ബിഹബിലില്ലാഹി, മുറുകെ പിടിക്കുക. ഇവിടെ ഹബിലിനെ മുറുകെ പിടിക്കാനല്ല പറഞ്ഞത്, അവിടെ ഹബിലിനെ മുറുകെ പിടിക്കാൻ പറഞ്ഞത് ദീനാണ്, അള്ളാന്റെ ദീനാണ്, അള്ളാന്റെ ദീനാണ്. ഇവിടെ അള്ളയെ തന്നെയാണ് പറയുന്നത്, ബിഹി, അള്ളയെ തന്നെ തവക്കുലാക്കുക. അള്ള എന്താണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അത് ചെയ്യുക, അത് അപ്രകാരം തന്നെ ചെയ്യുക. അങ്ങനെ അള്ളയെ പുറകെ പിടിച്ച് ജീവിക്കുന്നവൻ അവൻ അവന്റെ കാരുണ്യത്തിൽ അവനെ പ്രവേശിക്കും. അള്ളാന്റെ കാരുണ്യം പ്രവേശിപ്പിക്കപ്പെടണമെങ്കിൽ എന്താണ്, അള്ളയെ മുറുകെ പിടിക്കണം. അതായത് ഇവിടെ നമ്മൾ അള്ളയെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് അറിയണമെങ്കിൽ ഭാഷാർത്ഥത്തിൽ എവിടെ പ്രയോഗിച്ചിട്ടുണ്ട്, ഹബിലില്ലാഹി, ബിഹബിലില്ലാഹി, വഅതസിമൂ ബിഹബിലില്ലാഹി എന്ന് പറഞ്ഞു. അപ്പൊ എഴുത്തസമയുടെ കൽപ്പനക്കിനെ അവിടെ ഉപയോഗിച്ചു. ഹബില്, കയറ്. അപ്പൊ കയറിൽ എങ്ങനെയാണോ മുറുകെ പിടിക്കുന്നത് അതേപോലെ മുറുകെ പിടിക്കണം എന്നാ പറഞ്ഞിട്ടാണ്. അപ്പൊ അതിലെന്തായിരിക്കരുത്, അഴകുഴമ്പൻ അയഞ്ഞ ചിരിയാകരുത്, അത് ഫ്ലെക്സിബിൾ ആകരുത്, അത് സ്ട്രോങ് ആയിരിക്കണം, പിടുത്തമായിരിക്കണം. ഹബിലിൽ എങ്ങനെ പിടിച്ചാലാണ് അത് വരിക, ഹബിൽ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചാൽ വരണം എന്നുണ്ടെങ്കിൽ ലൂസാക്കി പിടിച്ചാൽ വരില്ലല്ലോ. അതേപോലെ നമ്മള് പിന്നെ മുറുകെ പിടിച്ച് ഒന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കയറിൽ മുറുകെ പിടിക്കും. അപ്പൊ മുറുകെ പിടിച്ച് മുകളിലോട്ട് രക്ഷപ്പെടണമെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആയിട്ട് വിട്ടാൽ അത് പിടിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയുള്ള പിടുത്തമാണ് ഇഅ്തിസാം എന്ന് പറയുന്നത്. മുറുകെ പിടിക്കുക, സ്ട്രോങ് ആയിട്ടുള്ള പിടുത്തം. അള്ളയെ തന്നെ മുറുകെ പിടിച്ചോളണം. ബിഹി ഫസയുദ്ഖിലുഹും, അവൻ അവരെ പ്രവേശിപ്പിക്കും. യുദ്ഖിലുവിന്റെ ഭാവി എന്താണ്, ദഖലയാണെങ്കിൽ യദ്ഖുലു എന്നേ വരൂ. അദ്ഖല പ്രവേശിപ്പിക്കും. ഫസയുദ്ഖിലുഹും, അവരെ പ്രവേശിപ്പിക്കും. ഫീ റഹ്മത്തിൻ മിൻഹു, അവനിൽ നിന്നുള്ള കാരുണ്യത്തിൽ. വഫദ്ലിൻ,
അപ്പോ അനുഗ്രഹം. കാരുണ്യത്തിലും ഔദാര്യത്തിൽ ഔദാര്യത്തിലും ഔദാര്യത്തിൽ ശ്രേഷ്ഠത എന്നും പറയാം. ആ. ആ, അവന്റെ ഔദാര്യത്താൽ ശ്രേഷ്ഠത നൽകും. വയഹ്ദീഹിം ഇലൈഹി, അവനിലേക്ക് എന്ത് ചെയ്യും? ഗൈഡ് ചെയ്യും. അവനിലേക്ക് ഗൈഡ് ചെയ്യും. സിറാത്തൻ മുസ്തഖീമൻ, സ്ട്രോങ് ആയിട്ടുള്ള വഴിയായി കൊണ്ട്, എന്താണ് പിന്നെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പാതയിലായിക്കൊണ്ട്. അപ്പൊ ആരെങ്കിലും അള്ളയെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ അള്ളയിലേക്കുള്ള പാത ക്ലിയർ ആവുള്ളൂ. അല്ലാതെ അഴവഴമ്പൻ നയമായിട്ട് ഫ്ലെക്സിബിൾ ആയി എന്താ പറയാ ഗ്രീസിറ്റർ പോലെ പിടിച്ചാല് പിടുത്തം കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ വഴിതെറ്റി പോകുന്നത്. വഴുതിപ്പോകും. അപ്പൊ പിടുത്തം സ്ട്രോങ് ആവില്ല. എഴുത്തിസാം ഉണ്ടാകണം. എഴുത്തിസാം ഉണ്ടെങ്കിൽ അള്ള എന്ത് ചെയ്യും? അള്ള അവനിലേക്ക് നയിക്കും. സിറാത്തൻ മുസ്തഖീമൻ, നേരെ നേരായ പാതയിലൂടെ എന്ത് ചെയ്യും? പാതയായ നിലയ്ക്ക് അതിലൂടെ അവനിലേക്ക് നയിക്കും. ഉസ്താദ് എന്താ ക്ലാസ്സിന് നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ. സ്പീഡ് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടില്ല. വളരെ കറക്റ്റ് ആയിട്ട് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിക്കൊണ്ട് അതേ സ്പീഡിലാ പോകുന്നത്. അതിന് ഒരുപാട് 15 മിനിറ്റ് അധികമായി. 15 അരമണിക്കൂർ അധികമായി. 9:30 നിർത്തേണ്ടത്. 54 നമ്മൾ നേരത്തെ ഉറങ്ങാൻ വേണ്ടിയാണ് 9:30 നിർത്താൻ വേണ്ടിയാണ് നിർത്തുന്നത്. ഇടയ്ക്ക് പറയുമ്പോഴത്തേക്ക് അങ്ങനെ കൂടി പോകും. നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ പോകാനും പറ്റില്ല. അതായത് സ്പീഡ് നമ്മൾ ഒരു പേജ് കുറഞ്ഞാൽ പഠനത്തിന്റെ തോത് കുറയും. ഇപ്പൊ നമ്മുടെ ബ്രെയിൻ എന്താവും? ലാഗിങ് ഉണ്ടാവും. നമ്മൾ ഇനി സ്പീഡ് കുറയ്ക്കാൻ പാടില്ല. ഇനി സ്പീഡ് കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ഒരാഴ്ച പഠിച്ചിട്ട് അത്ര മതി എന്ന് വിചാരിക്കാൻ പാടില്ല. സമയം കഴിഞ്ഞു പോയി, അത് പറ്റില്ല. നമ്മൾ ഹൈവേ കയറി കഴിഞ്ഞാൽ സ്ലോയിൽ പോയാൽ എന്ത് പറ്റും? അടുത്ത നമ്മൾ ഇടിച്ച് തടുപ്പിച്ചോണ്ട് പോകും. അതുപോലെ 29ാമത്തെ ദിവസം 29ാമത്തെ പേജ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായ നിലയിൽ നന്നായി പഠിക്കാനും ഉറപ്പുവരുത്താനും അതിന്റെ ആഴങ്ങളിലേക്ക് ഇനിയും ഇറങ്ങിച്ചെല്ലാനും. നമ്മൾ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല. ഇതൊക്കെ ബാഹ്യമായ വായനയാണ്. ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബുർഹാൻ എന്തുകൊണ്ട് ഉപയോഗിച്ചു, എഴുത്തസാം എന്തുകൊണ്ട് ഉപയോഗിച്ചു, അതൊക്കെ ഓരോ വാക്കും ഹുദ് എന്ന് പറഞ്ഞില്ലല്ലോ. അല്ല മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞപ്പോ ഹുദ് എന്ന് പറയുമ്പോൾ എടുത്തു. മൂസാ നബി അലൈഹി സ്വലാമിയോട് വടിയെടുക്കാൻ പറഞ്ഞപ്പോ ഹുദ് എന്നാ പറഞ്ഞു. ഹുദ് എന്നല്ല പറഞ്ഞു, അഹദ് ഹുദ് എന്നല്ല, എഴുത്തസമ എന്നാ പറഞ്ഞു. അപ്പോ ഇഫ്താല ഗ്രൂപ്പാണ്, യഖ്തലഫ ഗ്രൂപ്പാണ്. അതായത് 3+ ആയിട്ടുള്ള 3 ആണ് ഉപയോഗിച്ചത്. അങ്ങനെ ഓരോന്നിലും 100 എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? 100നെ കുറിച്ച് ഇലേക്കും 100 തന്നൊക്കെ മുബീനായത്. അതേക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കയ്യിലുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊന്നും ഒതുങ്ങുന്നതല്ല ഈ വാക്കുകളൊന്നും. അതൊന്നും ഇല്ല. നമ്മുടെ വ്യാഖ്യാനങ്ങൾ, ഖുർആൻ വ്യാഖ്യാനങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ അതിലൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതിനപ്പുറം എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പഠിക്കുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, അറബിയിലുള്ള വ്യാഖ്യാനങ്ങൾ വായിക്കുക. അതിനപ്പുറം പിന്നീട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കോണ്ടംപററി ആയിട്ടുള്ള അനുകാലികങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഒരുപാട് കിട്ടും. ആ രീതിയിൽ ഇറങ്ങി ആഴങ്ങളിലേക്ക് ഇറങ്ങി മുത്തും പവിഴവും ഖുർആനിലകത്തുള്ള അഗാധതയിലുള്ള മുത്തും പവിഴവും ശേഖരിച്ച് അതിന്റെ തത്വജ്ഞാനങ്ങൾ മനസ്സിലാക്കി ഹിക്മത്ത് പകർത്തിയ ഹൈറൻ കസീറൻ എന്ന് പറഞ്ഞ രീതിയിൽ ആ ഹിക്മത്ത് മനസ്സിലാക്കി. ഫിലോസഫിക്ക് അപ്പുറമാണ് ഹിക്മത്ത്. ഇവിടെ പറയുന്ന ഫിലോസഫിയാണ്. ആ ഫിലോസഫിക്കും അപ്പുറമാണ് ഹിക്മത്തുള്ളത്. ആ ഹിക്മത്ത് മനസ്സിലാക്കണം. മൂസാ നബി അലൈഹി സ്വലാമിനും ഖദർ അലൈഹിസ്സലാമുമായി ഉള്ള സംഭാഷണങ്ങളും ഒക്കെ നമുക്ക് അതൊക്കെയാണ് ഹിക്മത്ത് മനസ്സിലാക്കുന്നത്. ഹിക്മത്തൊന്നും പെട്ടെന്ന് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം, വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം. ഖുർആനിൽ ഹദീസിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു സംശയം ചോദിക്കാൻ ഒരു ഡൗട്ട് ഒരു സംശയം ഉണ്ടായിരുന്നു. എഴുത്തദി എന്നുള്ളത് ഒരുക്കി വെച്ചു എന്നാണ്.
ആണോ അത് അത് ഇഖ്തലഫ ഗ്രൂപ്പാണ്. ഈ 181 ആയത്തില് അത് എഴുത്തത അല്ല കേട്ടോ. എഴുത്തതയാണ്. അത് അന്ന് ഇതേ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടാണോ? എഴുത്തത എന്ന് പറഞ്ഞിടത്ത് അവസാനത്തെ അക്ഷരം എന്താണ്? അല്ലെങ്കിൽ അലിഫാണ് സംഭവം. വീഴുന്ന അലിഫ്. അടുത്തത് എന്ന് പറഞ്ഞിടത്ത് എന്താണ്? അല്ല, അടുത്തത് എന്ന് പറഞ്ഞിടത്ത് എന്ന് പറഞ്ഞിടത്ത് അലിഫാണെങ്കിൽ എന്ന് പറഞ്ഞിടത്ത് അവസാനത്തെ അക്ഷരം എന്താ? അവസാനത്തെ അക്ഷരം എന്താണ്? അവസാനത്തെ അക്ഷരം ഏതാണ്? ദാലാണ് കേട്ടോ. അപ്പൊ അരിപ്പുള്ള എഴുത്തതയുടെ അർത്ഥം എന്താ? പരിധി ലംഘിച്ചു. എന്ത് വെച്ചു? പരിധി ലംഘിച്ചു. ഈ അപ്പുറമുള്ളതാണ് എഴുത്തത. അഴുത്തത യുഅ്തിദു എന്ന് പറഞ്ഞാല് തയ്യാറാക്കി വെച്ചു ഒരുക്കി വെച്ചു. അൻസല ഗ്രൂപ്പ് അല്ലേ? അൻസല ഗ്രൂപ്പാണ്. അപ്പൊ ഇത് അവസാനം യാ രൂപത്തിലാണോ അതോ അലിഫാണോ? യാ രൂപത്തിലല്ലേ? ഏത് യാ രൂപത്തിലാണോ? ഞാൻ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അത് ജാഅക്കും ബുർഹാനും മിന്നി. ഞാൻ ആദ്യം പറഞ്ഞു എഴുത്തത എന്ന് പറഞ്ഞെടുത്ത് അലിഫാണ് അവസാനത്തെ അക്ഷരം. അടുത്തത് യുഅ്തിദു എന്ന് പറഞ്ഞിട്ട് ദാലാണ്. പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് എടുത്ത് ചോദിച്ചു. ദാലാണ് അവസാനം. അപ്പൊ അടുത്തത് എന്ന് പറഞ്ഞിടത്ത് എന്താണ്? താ അതിൽ അടിസ്ഥാന അക്ഷരമാണ്. ഹംസ ആണ് അധികമായിട്ട് വന്നത്. അഞ്ചല ഗ്രൂപ്പിൽ എന്തുണ്ട്? നസലയുടെ കൂടെ ഹംസ അധികമായി വന്നിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ ക്രിയ പഠിക്കേണ്ടത്. നമ്മൾ പഠനകാലത്ത് പഠിക്കേണ്ടത് ഒരു ക്രിയയുടെ അതിന്റെ വസിനുകളാണ് പഠിക്കേണ്ടത്. ഇത് തിരിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോകത്ത് എവിടെ ചെന്നാലും അറബി ഭാഷ നിങ്ങൾക്ക് കൺട്രോളിലായി, കൈപ്പിടുത്തത്തിലായി. ഏത് കിതാബ് നിങ്ങൾക്ക് വായിച്ചു പോവാം. അതേസമയം നിങ്ങൾ ഇത് അറിയാതെയാണ് പഠിക്കുന്നതെങ്കിൽ എഴുത്തത എന്ന് പറഞ്ഞെടുത്ത് താ എന്തക്ഷരമാണ്? എഴുത്തത എന്ന് പറഞ്ഞെടുത്ത് എഴുത്തത എന്ന് പറഞ്ഞെടുത്ത് താ അധിക അക്ഷരമാണ്. അതെ. അവിടെ അതാണ്. ഇഖ്തലഫ ഗ്രൂപ്പാണ്. അവിടെ അലിഫും താവും അധികമായ അക്ഷരമാണ്. അതെ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞു നേരത്തെ സെർച്ച് ചെയ്യാനുള്ള ലിങ്ക് ഒന്നില്ലേ, അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോർപ്പസ് വന്നില്ലേ? കോർപ്പസ് നോക്കിയാലും മതി, ഒക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അടിസ്ഥാനപരമായിട്ട് ഓരോ ക്രിയകളും നമ്മൾ പഠിച്ചു പോകണം. ഇത് ഖുർആനിലുള്ള ലിമിറ്റഡ് വെർബുകളാണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് വൊക്കാബുലറി ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് വൊക്കാബുലറി നമുക്ക് എന്തായാലും വഴങ്ങും. കാരണം എന്താ? നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആന്റെ ആശയം നമുക്ക് തെറ്റിപ്പോകുന്നില്ല. ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആന്റെ ആശയം തെറ്റിപ്പോകുന്നില്ല. വേറൊരു കിതാബാണ് നമ്മൾ പഠിക്കുന്നതിൽ ആശയം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതെ, ഈ ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആനിലുള്ള എന്താണെന്ന് നമുക്കറിയാം. അത് അഖീദയുമായി, നമ്മളെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് തെറ്റിപ്പോവില്ല. ഇത് പഠിച്ച് ഓർപ്പിച്ചു കഴിഞ്ഞാൽ വേറെ ഏത് കിതാബ് വായിച്ചാലും നമുക്ക് തിരിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലാം. സലാം.